തോറ്റുകൊടുക്കാൻ പാടില്ല. തോറ്റു കൊടുത്തിട്ടില്ല ഇതുവരെ ഈ രാജരാജേശ്വരി. നിങ്ങൾ ഇങ്ങനെ ബി പി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ക്ലോട്ടിംഗ് ഒന്നും ആവില്ല. ഏതായാലും സ്കാനിംഗ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ബി പി ഹൈ ആയിട്ടിരിക്കുമ്പോ സ്കാനിംഗ് ചെയ്യുന്നത് റിസ്ക് അല്ലേ ഡോക്ടർ? ഡോണ്ട് വെറി മാഡം. ഒരുപക്ഷെ ഇതിനകം തന്നെ അഖില മാഡത്തിന്റെ ബി പി നോർമലായിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ അതിനുള്ള ടാബ്ലറ്റ് കൊടുത്ത് നോർമലാക്കാം. സിസ്റ്റർ. ഡോക്ടർ, അമ്ലോഡ്പിൻ ഒരെണ്ണം എടുത്തിട്ട് വരും. ആ, ഈ ടാബ്ലറ്റിൽ ഒരെണ്ണം അഖില മാഡത്തിന് കൊടുക്കൂ. ആ ശരി ഡോക്ടർ. സിസ്റ്റർ, ഇങ്ങെടുക്ക, ഞാൻ കൊടുക്കാം. കൊടുത്തേക്ക്. ഞാനേ ഇത് കൊടുത്തിട്ട് വരാം. ആന്റി, ആന്റി റിലാക്സ് ആയാലേ ബി പി നോർമൽ ആവൂ. ഞാൻ റിലാക്സ്ഡ് തന്നെയാ. ആദ്യം എന്നെ കാണിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇവിടെ കൊണ്ടുവന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവാത്തത്. ആന്റി പറഞ്ഞല്ലോ, ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. ദേ ആന്റി ഈ ടാബ്ലറ്റ് കഴിക്കേ. ബി പി നോർമൽ ആവണ്ടേ? എന്താ ടാബ്ലറ്റ് കഴിക്കുന്നില്ല. അമ്മേ, ആ ടാബ്ലറ്റ് കഴിക്ക. മതിയല്ലോ. അതെ, എനിക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതാ. എന്താന്ന് വെച്ചാ വേഗം ചെയ്യണം. അതിനുള്ള ഏർപ്പാട് ചെയ്യും. ശരി അമ്മേ, ഞാനിപ്പോ തന്നെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാം. ബ്രോ വാ. ഞാൻ അഖിലയല്ലെന്ന് കണ്ടെത്താനാണല്ലോ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജരാജേശ്വരി ഓരോ കാര്യത്തിലും അലവട്ടായിരിക്കും. ആന്റി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. മാഡം, ബി പി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സോറി മാഡം.
ദാ. താങ്ക്സ് മാഡം. ഇത് മാഡത്തിന്റെ സ്കാൻ റിപ്പോർട്ടാണ്. ഓ അതായിരുന്നു. ശരി ശരി. നിഷി, ആ ഏത്രയിലെ പേഷ്യന്റിന്റെ സ്കാൻ റിപ്പോർട്ട് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി. അതിന്റെ ഒരു കോപ്പി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനിതൊന്ന് കൊടുത്തിട്ട് കൊണ്ടുവരാം. ശരി. ഡോക്ടർ, സ്കാനിംഗ് റിപ്പോർട്ട്. ഇത് പേടിക്കാനൊന്നുമില്ല. ബ്ലഡ് ക്ലോട്ടായത് അവിടെ അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ അത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഏതായാലും മാഡം ഒരു 2 ആഴ്ച കൂടി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായി മെൽറ്റായിക്കോളും. മറ്റു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ധൈര്യമായിട്ട് പോവാം. അപ്പൊ ഇത്രയൊക്കെ പരിശോധന നടത്തിയിട്ടും കാര്യമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലേ? മാഡം, കണ്ടുപിടിക്കാനുള്ളതെല്ലാം കണ്ടെത്തിയല്ലോ. ഇല്ല ഡോക്ടർ, ഇതിലും എന്റെ മക്കൾ സംതൃപ്തരല്ല. താങ്ക് യു ഡോക്ടർ. വെൽക്കം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അരികത്തുള്ളത് അമ്മ തന്നെയാണോന്നറിയാൻ മക്കൾ നടത്തിയ പരീക്ഷണങ്ങളും MRI സ്കാനും. എന്നിട്ട് എന്തായി? കണ്ടെത്താനായോ? എന്തൊക്കെയായിരുന്നു? ആദ്യം ട്രീറ്റ്മെന്റ് നടത്തിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വ്യാജേന മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. മൊബൈല് പരിശോധിക്കുന്നു. അതെ, ആനന്ദ് മണ്ടനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അവൻ പോരാ. ഈ അഖിലാണ്ടേശ്വരിയുടെ സ്ഥാനത്ത് അവിടെയുള്ളത് രാജരാജേശ്വരിയാണെന്ന് കണ്ടെത്തി കഴിയുമ്പോഴേക്കും തൃച്ചംബരത്തിന്റെ വംശ പരമ്പര അവസാനിച്ചിരിക്കും. ആട്ടുതൊട്ടിലിൽ ആട്ടി ഉറക്കുന്ന കുഞ്ഞുങ്ങളെ സ്വപ്നം കണ്ടിരിക്കുന്നതേ വെറുതെയാ. വെറും പാഴ്ക്കിനാവ്. ഗർഭപാത്രങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അതിനു മുന്നേ കൊന്നു തള്ളിയിരിക്കും. No! You're mistaken. No one can touch my family. Yes, Priyanka is not saying any nonsense now. Do you understand? You better understand. What the hell do you think of me? As long as Rajarajeshwari is there, everything Priyanka says will happen. ഇനിയും ഇത്തരം കലാപരിപാടികളുമായി മക്കൾ ഇറങ്ങി തിരിച്ച ആയുസിന്റെ ദൈർഘ്യവും കുറയും. ജീവിതം തന്നെ ഒരു താളത്തിലെ പ്രിയങ്ക മുന്നോട്ട് നീങ്ങുന്നത്. ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരു സുദർശന ചക്രമാണ്. നിഗ്രഹിക്കാനും കഴിയും, സംരക്ഷിക്കാനും കഴിയും. എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ചില സമയങ്ങളിൽ യമനും ദൈവവും ഒക്കെ നമ്മൾ തന്നെയാണ്. വരുന്നുണ്ട്.
Good morning, madam. Good morning. How are you, doctor? I'm fine. നമുക്ക് കാറിനകത്തിരുന്ന് സംസാരിച്ചാലോ? അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഡീലിങ്ങിനൊക്കെ ഒരു ചെറിയ ഒളിവ് മറവൊക്കെ ഉള്ളത് നല്ലതാ. എന്ത് ഡീലിങ്സ്? വാ പറയാം. അങ്കിളെ, ആ പഴയൊരു പേഷ്യന്റിനെ വിളിച്ചിരുന്നു അല്ലേ? രാജരാജേശ്വരി വിളിച്ചിരുന്നു. കാര്യം ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേരാത്തതാണല്ലോ ഞാൻ ചെയ്തതും. അതിന് പ്രതിഫലം പോരാന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചു. ഡോക്ടറെ, ചികിത്സയ്ക്ക് അർഹിക്കുന്ന പ്രതിഫലം വാങ്ങാം, അത് തെറ്റല്ല. പക്ഷേ എന്നെ പോലെ ഒരു 1-ാം നമ്പർ വില്ലത്തി ഇവിടെ ഇങ്ങനെ കളിക്കുമ്പോ നീ കയറി ഡബിൾ ക്രോസ് ചെയ്യാൻ നോക്കുന്നു. അത് പാടില്ല. അത് അനുവദിക്കാൻ പറ്റില്ലല്ലോ ഡോക്ടറെ. അത് എന്റെ അനന്തരവള് പറഞ്ഞ് ശരിയാ. ഡോക്ടറെ, വഞ്ചനയിൽ ചതി പാടില്ല കേട്ടോ. ലേഡി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദേവദൂതിക എന്നാണ്. പക്ഷേ നീ സ്റ്റെതസ്കോപ്പിന് പകരം കൊണ്ടു നടക്കുന്നത് കൊലക്കയറ. ധരിച്ചിരിക്കുന്ന വെളുത്ത കോട്ട് പിശാചിന്റെ കുപ്പായവും. അതുകൊണ്ട് ഞങ്ങളുടെ തൽക്കാലം ദൈവത്തിന്റെ ചെകുത്താന്മാരാകുന്നു. എന്നെ വിട്. ദേ, നിറത്തോക്കൊരെണ്ണ അങ്കിളിന്റെ മടിയിലിരിപ്പുണ്ട്, അത് എടുപ്പിക്കരുത്. ഈ വഞ്ചനയും ചതിയൊക്കെ ഒരു തരത്തിലൊരു അസുഖം. യഥാർത്ഥ സമയത്ത് ചികിത്സ കിട്ടേണ്ട ഒരു അസുഖം. അങ്കിളെ, ആ വിട്. എന്നെ വിട്. അനങ്ങരുത്. വിട്. വിട്. എന്നെ വിട്. വിട്. നോ. നോ. വിട്. വിട്. ഇടിക്കടി വരാൻ. നിന്റെ കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ട്? ആ, ഇന്നലെ നീ കുഞ്ഞിന് സുഖമില്ലാന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. കുറവുണ്ട്. അല്ല, ഗർഭിണികളായ നിങ്ങളുടെ മരുമക്കൾക്ക് എങ്ങനെയുണ്ട്? വല്ല അറിവുണ്ടോ? ആ 2 ഗർഭവും എന്റെ മേഡം ഇതിനകം ഇല്ലാതാക്കിയിട്ടുണ്ടാവും. പുതിയ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി മേഡം അങ്ങോട്ട് താമസം മാറ്റിയതേ അതിനു വേണ്ടിട്ടാ.
ഏതായാലും അതൊന്നും കാണാനിടയാകാത്തതിൽ ദൈവത്തിനോട് സ്തുതി പറയേ. ഒന്നും സംഭവിക്കില്ല. ദൈവം എന്റെ കൂടെയാ. ആ രാജരാജേശ്വരിയല്ല, യഥാർത്ഥ രാക്ഷസി വന്നാലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത്? എങ്ങനെ സൂക്ഷിച്ചു നോക്കൊന്നും വേണ്ട. ഞാൻ വെറും വാക്ക് പറയാറില്ല. ദാ കുടിക്കേ. കുടിക്കേ. എന്താ എന്തു പറ്റി നിനക്ക്? മറ്റൊരു മാർഗമില്ലാത്തോണ്ടാ. ഏതായാലും നീ ഇവിടെ കിടന്ന് ചത്തുപോണ്ട. നിന്നെ രക്ഷപ്പെടുത്താൻ നിന്റെ പ്രിയങ്കയോട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഞാൻ അഖിലാണ്ടേശ്വരി, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. ഞാൻ രക്ഷപ്പെട്ടു. ഇവിടുത്തെ കാവൽക്കാരി എന്റെ എല്ലാ ഗുളികകളും കൂടി അകത്തേക്ക് ചെന്ന് ജീവച്ഛവമായി കിടക്കുക. വേണമെങ്കിൽ വന്ന് രക്ഷപ്പെടുത്താൻ നോക്ക്. അല്ലേൽ ആ കൊലപാതകത്തിന് കൂടി മറുപടി പറയേണ്ടി വരും നിനക്ക്.